മലയാളിയായിട്ടുള്ള ശ്രീജിത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ നേരത്തെ ഭീകരരുടെ ദൃശ്യങ്ങൾ പെട്ടിരുന്നു. അത് NIAക്ക് നൽകിയിരുന്നു. NIA അത് പരിശോധിച്ച് വരികയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോഴുണ്ട്. ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, താങ്കളുടെ മൊഴി അടക്കം NIA രേഖപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത്. കൃത്യമായി ഈ കാര്യങ്ങൾ NIA ധരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ശ്രീജിത്ത് കേൾക്കാമോ? ഹലോ, കേൾക്കാമല്ലോ അല്ലേ? NIAക്ക് താങ്കൾ മൊഴി നൽകി കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി അല്ലേ? ഇന്നലെ രാവിലെ മുംബൈ ഹെഡ് ഓഫീസിൽ NIA വിളിച്ചിട്ട് മോർണിംഗ് തൊട്ട് ഏകദേശം 5 മണിക്കൂറോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അവരുടെ ടെക്നിക്കൽ ടീം SP DYSP ലെവലിലുള്ള സീനിയർ ഓഫീസേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്ന് NIA മുംബൈയിൽ. പിന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത്, പക്ഷെ അത് മീഡിയയോട് ഔട്ട് ചെയ്യരുതും, ചില സീക്രട്ട് കാര്യങ്ങളും നാഷണൽ സെക്യൂരിറ്റിയുടെ കാരണം എല്ലാ കാര്യങ്ങളും മീഡിയയോട് പറയരുത് എന്ന് പറയുന്ന കാരണം അത്രേ പറയാനുള്ളത്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്ന് പിന്നെ ഇതിന്റെ ഈ വീഡിയോസ് എല്ലാം ടെക്നിക്കൽ അനലൈസിസിന് വേണ്ടി ദില്ലിക്ക് അയക്കുമെന്ന് അറിയുന്നു. ഓക്കെ, മാധ്യമങ്ങളോട് മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോഴും ഈ നേരത്തെ അന്ന് ശ്രീജിത്ത് ന്യൂസ് 18നോട് തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ വീഡിയോകളും കൂടുതൽ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം പരിശോധിക്കുമെന്നുള്ളത്. ആ ഒരു വീഡിയോയിലല്ലാതെയും പിന്നെയും അത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ആ ഒറ്റ ഒരു വീഡിയോയെ ഉള്ളായിരുന്നു. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ആ പറഞ്ഞ പോലെ 2 പേരുടെയും മൂവ്മെന്റ്സ് ക്യാപ്ചർ ആയതും ആ വീഡിയോ മാത്രമേ ഉള്ളൂ NIA ടെക്നിക്കൽ അനലൈസിന് വേണ്ടി ദില്ലിക്ക് അയച്ചത്. മറ്റതിലൊന്നും അത്തരത്തിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ഇല്ല. ബാക്കി 600 വീഡിയോസും ഫോട്ടോസും നമ്മൾ അത് ചെക്ക് ചെയ്ത്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ എടുത്ത സ്ഥലം ബേത്താവേലിൽ എടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ, ആ എൻട്രി എക്സിറ്റിന്റെ ആ സെന്ററിലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എടുത്തത്. അപ്പൊ അവിടെ ഒറ്റ ഒരു വീഡിയോ മാത്രമേ അത് കവർ ആയിട്ടുള്ളൂ. ഈ മൊഴി നൽകുന്നത് ഇന്നലത്തോടു കൂടി പൂർണ്ണമായോ അതോ ഇനിയും ചിലപ്പോൾ ശ്രീജിത്തിനെ വിളിപ്പിച്ചേക്കാം എന്ന് പറയുകയുണ്ടായോ NIA? അവര് ഇത്രയും പറഞ്ഞു. ഇത് ടെക്നിക്കൽ അനലൈസിസിന് വേണ്ടി ഡൽഹിക്ക് വീഡിയോസ് എടുക്കുകയും പിന്നെ എന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നെ വിറ്റ്നസിനെയൊക്കെ വിളിച്ച് അതിന്റെ പ്രോപ്പറായിട്ട് പഞ്ചനാമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതൊക്കെ നടത്തിയിട്ട് ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മുമ്പോട്ട് വരും, അല്ലെ അവർ ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. അതായത് വീണ്ടും ഒരു പക്ഷെ മൊഴി രേഖപ്പെടുത്തിയേക്കാം, കൂടുതൽ വിശദാംശങ്ങൾ അവരുടെ ഇനിയിപ്പം ഡൽഹിയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ഇനിയും വരുവാണെങ്കിൽ ഒന്നിൽ അങ്ങോട്ട് വരുവോ അല്ലെ അവരിങ്ങോട്ട് വരുവോ ചെയ്യുന്നുള്ള ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് അന്വേഷണത്തിൽ നിൽക്കുന്നതുകൊണ്ട് മുഴുവൻ പറയാൻ കഴിയില്ല ശ്രീജിത്ത് അറിയാം. പക്ഷെ അപ്പോഴും നിർണായകമായിട്ടുള്ള ഒരു ചിത്രമാണ് ശ്രീജിത്ത് പകർത്തിയത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണക്കാക്കുന്നുണ്ട് അല്ലേ? പ്രൈമ ഫേസിയ ഇപ്പം NIA പോലെ ഒരു ടീം വിളിച്ച് അത്രയും നേരം ഒരു 5 മണിക്കൂറോളം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് വിചാരിക്കാം. ഇതിപ്പോൾ ആണോ അല്ലയോ എന്നത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടേ അറിയത്തുള്ളൂ. പക്ഷേ പ്രൈമ ഫേസിയ അവരുടെ ബോഡി ലാംഗ്വേജ്, ഞാൻ പറഞ്ഞോട്ട് അവരുടെ ഹൈറ്റ്, വെയിറ്റ് എല്ലാം ആ സ്കെച്ചും ഫോട്ടോസും വെച്ചും മാച്ച് ആകുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും NIA അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്ന് 5 മണിക്കൂറോളം ഞാൻ പറഞ്ഞ സീനിയർ ഓഫീസേഴ്സും SP റാങ്കിലുള്ള ഓഫീസേഴ്സും ആയിട്ട് ഇരുന്നിട്ട് അത് ഡിസ്കസ് ചെയ്തു. ശ്രീജിത്ത്, ഒരു കാര്യം കൊണ്ട് ഇതിപ്പോ വീഡിയോയിൽ ഇത് പകർത്തുകയാണ് നിങ്ങൾ ചെയ്തത്, നേരിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അവരെ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള മൊഴികളും ഉണ്ടായിരുന്നോ? അല്ല, പിന്നെ നമ്മൾ ജനറലി അവരോട് പറഞ്ഞല്ലോ, നമ്മൾ ആസ് എ ടൂറിസ്റ്റ് നമ്മളത് ഷൂട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഈ പറയുന്ന തൊട്ട് അവർ ഇവിടുന്ന് പോയി അവിടുന്ന് തിരിച്ചു വരുന്ന വരെയുള്ള ഓരോ സെക്കൻഡ്സിലും ഓരോ ട്രെയിൻ ഡീറ്റെയിൽസ്, ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, അവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റ് വണ്ടി തൊട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അവരെടുക്കുകയും അത് അവർ പറഞ്ഞത് അത് ഇൻവെസ്റ്റിഗേഷനിൽ അവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ അടുത്ത് അത് ഷെയർ ചെയ്തു. ശ്രീജിത്തിന്റെ മാത്രമാണോ മൊഴിയെടുത്തത് അതോ കുടുംബാംഗങ്ങളുടെയും? അവരും ഉണ്ടായിരുന്നല്ലോ അവിടെ, അതുകൊണ്ടാണ്. അല്ല, പക്ഷെ ഇപ്പം ഇവിടുന്ന് പൂനെന്ന് ഇവരുടെ ഓഫീസ് ബോംബെ ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ പോയിട്ടുള്ളൂ. അപ്പം അത് കാരണം എന്റെ മാത്രം ഇന്നലത്തോടെ എന്റെ മാത്രമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്ദി ശ്രീജിത്ത്. വളരെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് മലയാളിയായിട്ടുള്ള ശ്രീജിത്ത് പകർത്തിയത്. അതിൽ മകളുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറകിൽ ഈ പഹൽഗാം ഭീകരരുടെ ദൃശ്യങ്ങൾ കടന്നു വരികയായിരുന്നു. അത് NIA ശേഖരിച്ചിരിക്കുന്നു. നിർണായകമായ മൊഴിയും 5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ആ മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും അത്യന്തം സെൻസിറ്റീവായിട്ടുള്ള രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കേസായതുകൊണ്ട് മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയില്ല എന്നും കൂടിയാണ് ശ്രീജിത്ത് പ്രതികരിച്ചത്.